കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭായോഗത്തിൻ്റെ ഏകദേശം 1 മണിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തുന്നത്. ഇനി 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് കർത്താവിനെയും ഭരമേൽപ്പിച്ച ദൈവവചനം ശക്തിയോടെ പറഞ്ഞ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. രണ്ടുപേരും വിലപ്പെട്ട 2 സന്ദേശങ്ങൾ നമുക്ക് നൽകും. അത് എത്ര പേരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കുന്നത്. പ്രിയ ഫ്രാൻസിസ് സഹോദരൻ നമുക്ക് ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. തനിക്കും വന്ദനം പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം, സ്തോത്രം. ഒരു കൂട്ടായ്മ കൂടുമ്പോൾ ആദ്യം വന്ദനം പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാന വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ മാന്യ സഹോദരൻ പറഞ്ഞ വചനം, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്താണ് ശുദ്ധീകരണം? എങ്ങനെയാണ് ശുദ്ധീകരണം ലഭിക്കുന്നത്? അതൊക്കെ പറഞ്ഞുവെങ്കിലും കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെ ശുദ്ധീകരണം കിട്ടും? ഈ ടവല് ഇത് അഴുക്കായി, ഇപ്പൊ ഇച്ചിരി അഴുക്കൊണ്ടിതില്ലേ, ഇത് നന്നായിട്ട് ശുദ്ധീകരിച്ചെടുക്കുന്നത് എങ്ങനെയാ? വെള്ളം കൊണ്ട് കഴുകി. എഫേസ്യ ലേഖനം 5:26 വായിക്കാൻ നമുക്ക് പെട്ടെന്ന്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കും. അപ്പൊ ദൈവവചനം കൊണ്ടാണ് ദൈവമക്കളെ ദൈവം ശുദ്ധീകരിക്കുന്നത്. ദേവദാസന്മാരായ ഞങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ കേട്ട് സമർപ്പിക്കപ്പെട്ട ശുദ്ധീകരണം നടക്കും, ഇല്ലെങ്കിൽ ഇല്ല, വന്നതുപോലെ പോകും. അപ്പൊ അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ, താനിവിടെ പറഞ്ഞു, അല്ലെങ്കിൽ വചനത്തിലൂടെ നമ്മൾ കേട്ടു, ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയും. വേറൊരു പഠനം, ദൈവം നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കിയിടിയിച്ചു. ഈ രക്ഷാവസ്ത്രത്തിൽ, ദൈവം നീതീകരിച്ച നീതിയുടെ വസ്ത്രത്തിൽ എന്ത് പെരളാൻ പാടില്ല? പറ, നിങ്ങൾക്ക് വചനം അറിയും, ഞാനോ? കറ പുരളാൻ പാടില്ല. എന്നാൽ കറ പുരളത്തില്ലേ? പൊരുളും. അങ്ങനെ കറ പുരണ്ടു കഴിയുമ്പോൾ അത് എങ്ങനെ ശുദ്ധീകരണം കിട്ടുന്നേ? ദൈവവചനത്തിലൂടെ ശുദ്ധീകരണം, ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധീകരണം, കർത്താവിന്റെ രക്തത്തിൽ വിശ്വസിച്ച രക്തത്താലുള്ള ശുദ്ധീകരണം. ഈ 3 നിലയിലുള്ള ശുദ്ധീകരണം പ്രാപിക്കാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ കിടന്ന് എന്ത് ബഹളം വെച്ചാലും ശരി, അവര് പറഞ്ഞതിനെ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഞാൻ വരും. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. എന്നിട്ട് പൗലൂസ് ആ ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് 2 പേരെ എടുത്ത് കാണിച്ചു. ഒരാളെ എടുത്ത് കാണിച്ചു. അതാരാ? നിങ്ങളാരും പുസ്തകം വായിക്കുന്നവരൊന്നും അല്ലേ? ഒരാളെ എടുത്ത് കാണിച്ചു. അവിടെ അവകാശം നഷ്ടപ്പെടുത്തിയ ഒരാളെ. അപ്പൊ അറിയാൻ മനസ്സിലാവും. യേശു. കറക്റ്റ്. അപ്പൊ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. അവകാശം നഷ്ടപ്പെട്ട ഏശാവിനെ പോലെ ആയിത്തീരുമെന്ന് സാരം. ഇതാ ദൈവവചനത്തിന്റെ പഠനം. ഏശാവ് എന്തിനു വേണ്ടിയായ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയത്? ഒരു നേരത്തെ ഊണിന് വേണ്ടി. എന്റെ പോലെ ഒരു ഉച്ചച്ചാപ്പാടിന് വേണ്ടി ഏശാവ് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. ഈ ഏശാവിന്റെ പിന്തുടർച്ചക്കാരാണ് ഈ ഇസ്രയേലിനോട് മല്ലു പിടിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദൈവത്തിന്റെ അവകാശം നഷ്ടപ്പെടുത്തി, ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഒരു കലവറ നഷ്ടപ്പെടുത്തി, ആ ഇസ്രയേൽ മക്കൾക്ക് കിട്ടേണ്ട, അല്ലെങ്കിൽ ഒരു യഹൂദന് കിട്ടേണ്ട അനുഗ്രഹത്തിന്റെ കലവറകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി അവൻ നീചന്മാരുടെ കൂട്ടത്തിൽ ഏശാവിനെ കാണാൻ നമുക്ക് കഴിയും. ആ വ്യക്തിയെടുത്ത് പൗലോസ് എബ്രായരോട് പറഞ്ഞിട്ട് അത് നമ്മളോടും പറയുക. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയ ഏശാവിനെ പോലെ, ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും, അഭക്തനായി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളു. നമ്മൾ ഭക്തന്മാരാ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് പോകുന്ന ഭക്തന്മാരാ. പക്ഷേ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. അപ്പോൾ ഏശാവ് അഭക്തനായി തീർന്നു. ഇനി നമ്മുടെ അവകാശം എന്താ? ഇതൊക്കെ പറഞ്ഞു വരുമ്പോ ഏശാവിന്റെ അവകാശം എന്തായിരുന്നു? ജ്യേഷ്ഠാവകാശം.
ആ ജ്യേഷ്ഠാവകാശത്തിൽ 4-5 കൂട്ടം അനുഗ്രഹമുണ്ട്. ഒന്ന്, വസ്തു വീതം വെക്കുമ്പോൾ ഇരട്ടി പങ്ക് ഏശാവിന് കിട്ടും, മൂത്ത ജ്യേഷ്ഠന് കിട്ടും. 2, പൗരോഹിത്യം ഏശാവിനുള്ളതാണ്. അതായത് യഹൂദ കുടുംബത്തിൽ പിറന്നു വീഴുന്ന വ്യക്തിക്ക് 3-4-5 വിലപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട്. അത് മുഴുവൻ ഒരു ഊണിനെ നഷ്ടപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പാപത്തിന്റെ പട്ടികകൾ നമ്മളെ അവകാശത്തിൽ നഷ്ടപ്പെടുത്തുക. ഇനി നമ്മുടെ അവകാശം എന്താണെന്ന് ചിന്തിക്കാം. എന്താ അവകാശം? ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ നല്ലൊരു അവകാശം. അപ്പൊ ഏശാവിന്റെ അവകാശമാണോ നമുക്കുള്ള അവകാശം? ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ദൈവമക്കളെ. ഏശാവിന്റെ അവകാശമാണോ നമുക്കുള്ളത്? ഈ ഭൂമിയിൽ വസ്തു പങ്കുവെക്കുമ്പോൾ ഇരട്ടി പങ്ക് കിട്ടുന്നു. ഈ ഭൂമിയിലെ കാര്യങ്ങളല്ലേ. എന്നാൽ പത്രോസ് പറയുന്നു, ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശം, രൂപാന്തര ശരീരം, പുതിയ ആകാശം, പുതിയ ഭൂമി, 1000 ആണ്ട് വാഴ്ചയിലെ കർത്താവിനോടൊപ്പം വാഴാമെന്ന അവസരം, ഇതൊക്കെയല്ലേ നമ്മുടെ അവകാശം. അപ്പൊ നമ്മുടെ അവകാശം നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ എങ്ങോട്ട് പോകും? എന്താ ചെയ്യാ? ഹലോ, എങ്ങോട്ടാ നമ്മൾ പോണം? പിന്നെ നേരെ എന്റെ അതേ വീഴ പുള്ളിക്ക് കിട്ടിയ നേരെ നരകം. അപ്പൊ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചതും പാടിയതും ആരാധിച്ചതും ഒക്കെ നഷ്ടമായി പോകും. അതുകൊണ്ട് പ്രിയ ബാബുസോദരൻ പറഞ്ഞ ദൂതിനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എലാർജി തന്നേ ഉള്ളൂ. അവകാശം ആരും നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് തരുന്ന അവകാശം സ്വർഗമാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഇരിക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന അവകാശം ഏശാവ് നഷ്ടപ്പെടുത്തിയതുപോലെ നഷ്ടപ്പെടുത്തരുതെന്നാണ് ഈ പ്രിയ സഹോദരൻ ഇവിടെ പറയാനിടയായിത്തീർന്നത്. ആ വലിയ ദൂതിനു വേണ്ടി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അത് എലാർജി ചെയ്ത് പറയാനാണെങ്കിൽ പിന്നെ ഇന്നിപ്പോ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അത് ഒന്ന് ശകലം ഒന്ന് വിശദീകരിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ആരെങ്കിലും ഒന്ന്, ഞാൻ തന്നെ അങ്ങ് വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിയവരും സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ അല്ലെങ്കിൽ രക്ഷയുടെ വചനം വിട്ടുമാറിയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? കർത്താവ് പറഞ്ഞു തുടങ്ങിയ കർത്താവിന്റെ പ്രമാണങ്ങൾ നാം അനുസരിച്ചില്ലെങ്കിൽ, മോശയുടെ പ്രമാണം അനുസരിക്കാതെ പോയ ആ ദൈവശിക്ഷ ഏറ്റുവാങ്ങിയ ആ ജനത്തിന്റെ ഗ്രൂപ്പിൽ നമ്മളുമായിപ്പെടും. പേടിപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ് ദേവദാസൻ. ഞാനിവിടെ ഇരുന്ന് കിടുങ്ങിപ്പോയി. നിങ്ങളൊക്കെ കിടുങ്ങിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ദൈവത്തോട് പറഞ്ഞു. കാരണം നമ്മുടെ ഭാവി, നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ് രണ്ടുപേരും പറഞ്ഞത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഒന്ന് കത്തിയത്, അതുകൊണ്ട് ഞാനിത് പറയാനിടയായിട്ട്. യേശുക്രിസ്തു MS ശിഷ്യന്മാരോട് സംസാരിച്ചെടുത്തപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ഒരു കത്തലുണ്ടോ? ഒരു ആത്മീക തീ നമ്മുടെ ഉള്ളിൽ വീഴുന്നുണ്ടോ? ആര് വചനം പറഞ്ഞാലും എനിക്കിഷ്ടം. വചനം പറയണം. ചപ്പൻ ചവറം പറഞ്ഞാലൊന്നും എനിക്ക് ഏറിക്കത്തൊന്നുമില്ല. പിന്നെ അവസരം കിട്ടുമ്പോൾ ആ പറഞ്ഞ മുഴുവൻ കണ്ണിക്കുകയും ചെയ്യും. അങ്ങനെ സ്വഭാവം എനിക്കുണ്ട്. എന്നാൽ വചനം ആര് പറഞ്ഞാലും ഹൃദയത്തിൽ കത്തലുണ്ടാകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കേട്ട വചനം പൗലോസ് പറഞ്ഞ പോലെ ഒഴുകിപ്പോകാതെ എന്ത് ചെയ്യണം? ഈ ഫോണിലൊക്കെ നമ്മൾ മെസ്സേജ് ഇങ്ങനെ സെർവ് ചെയ്ത് കൂട്ടി വെക്കും. എന്താ ഈ കൂട്ടിലൊക്കെ ഫോണിൽ കയറ്റി വെക്കുന്ന മെസ്സേജൊക്കെ എന്താ? കണ്ട ചപ്പൻ ചവറ് വെക്കും. ഒന്നുമില്ല. ഈ പ്രസംഗങ്ങൾക്ക് പിടിച്ചു വെക്കേ. അതാണ്ട് ദാസം പറഞ്ഞ 10 മിനിറ്റ് മെസ്സേജ് ഞാനത് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി കേൾക്കാൻ. സ്തോത്രം. കേട്ടിട്ട് എന്നെ എന്ത് ചെയ്യണം? ഒന്നുകൂടി ശുദ്ധീകരണം. അപ്പോ വചനത്താലുള്ള ശുദ്ധീകരണം സഭായോഗത്തിലും
ഉപവാസ പ്രാർത്ഥനയിലും കോട്ടേജ് മീറ്റിങ്ങിലും ഏത് കൂടിവരവിലും നമുക്കുണ്ടാകണം. അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച് പോകുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഒരു സാധനം കിട്ടും. എന്താണത്? വിശുദ്ധീകരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അപ്പൊ നീതീകരണം കർത്താവിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആ ഫ്രീ ആയിട്ട് കിട്ടിയവൻ എന്ത് ചെയ്യണം? നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊന്ന് കിട്ടും വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണമാണ് ദേവദാസൻ പറഞ്ഞ ഫലം എന്നുള്ളത്. ആ ഫ്രൂട്ട് വിശുദ്ധീകരണമാണ്. ഹോളിനെസ്, വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുക. ഇത് വളരെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട ദൂത് തന്നെയാണ്. നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. എല്ലാവരും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഏറെ പുരുഷാരം അവരോടുകൂടി പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടി പായിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ 3 നിലയിലുള്ള ഡിസൈപ്പിൾ ശിഷ്യത്വത്തിന്റെ കാതലായ അനുഭവങ്ങൾ പ്രാപിക്കാതെ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കുക, ജാമ്യം ചോദിക്കുക. ഈ വചനം കേട്ടാൽ ആരും എന്നോട് ദേഷ്യപ്പെടരുത്, എന്നോട് പിണങ്ങരുത്, എന്നോട് നീരസപ്പെടരുത്. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചനം. അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. മതി, തുടങ്ങിക്കാം. ഏറിയ പുരുഷാരം കർത്താവിനോടുകൂടെ പോവുക. ഈ കർത്താവിനോട് കൂടെ പോകുന്ന പുരുഷാരത്തിന്റെ ലക്ഷ്യങ്ങൾ പലതാണെന്ന് നമ്മൾ പഠിക്കണം. അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം രോഗശാന്തി. നമുക്കറിയാം അല്ലെ? രോഗശാന്തി, സൗഖ്യം, അല്ല ഭൂതശാന്തി, പിന്നെ അവരുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടണം. കുഞ്ഞു സുഖയിൽ നടക്കുന്ന വിടുതൽ കിട്ടണം, ഭൂതശാന്തി കിട്ടണം, പിന്നെ 3 നേരത്തെ സമൃദ്ധിയായ ഭക്ഷണം. അന്നും ഇന്നും ഈ ഗ്രൂപ്പുണ്ട്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആ ഗ്രൂപ്പിലാകരുതെന്ന് എനിക്കൊരു വലിയ അപേക്ഷയുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യത്വത്തിന്റെ പാതയിലൂടെ കർത്താവിനെ അനുഗമിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കാനാണെന്ന് നമ്മൾ മനസ്സിൽ കരുതണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ എടുത്തു പറയാൻ സമയമില്ല. അവിടെ നമുക്ക് അപ്പം നിന്ന് തൃപ്തരായ ഒരു കൂട്ടം ജനം പിന്നെയും യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു ചിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയും. അവരെന്തിനാ വന്നേ? അപ്പം തിന്നെ നേരത്തെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗ് വെക്കുമ്പോൾ ബിരിയാണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഈ ബിരിയാണി തിന്നാൻ ആളുകൾ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എറണാകുളത്ത് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അവിടെ 500, 1000, 2000 പേര് മീറ്റിംഗ് കഴിഞ്ഞാൽ സമൃദ്ധമായ ബിരിയാണി. അപ്പൊ ഇത് തിന്നാൻ വേണ്ടി ഒരു കൂട്ടർ വരുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട്, സഹോദര എവിടെ പോയി? മീറ്റിങ്ങിന് പോയി, കോർണർ സ്റ്റോറിൽ പോയി, അല്ലെങ്കിൽ എക്സോറസിൽ പോയി. ഓ, നല്ല കാര്യം. അവിടെ എന്താ ഇന്ന് പ്രസംഗിച്ചത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ മെസ്സേജ് എന്തായിരുന്നു ഇന്ന് പാസ്റ്ററിന്റെ? അത് ശ്രദ്ധിച്ചില്ല പാസ്റ്റർ. അപ്പൊ അവര് തിന്നാനല്ലേ പോയി. ഞാൻ പറയുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അവർ തിന്നാനാ പോയത്. എൻ്റെ അടുക്ക ഒരു ജോൺ എന്ന് പറഞ്ഞൊരു സഹോദരൻ വരും. എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ടതാ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെട്ടതാ. അദ്ദേഹത്തിന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിന് പോയായിരുന്നു, എന്തായിരുന്നു പാസ്റ്ററിന്റെ അവിടുത്തെ മെസ്സേജ്? അത് ഒരു 16 അത് പറഞ്ഞു. അപ്പൊ എന്തിനാ അവിടെ പോയത്? മീറ്റിംഗ് കഴിയുമ്പോൾ ചാപ്പാട് കിട്ടും. നമ്മൾ ചാപ്പാടിന് വേണ്ടിയല്ല പോകുന്നത്. കർത്താവ് അവരോട് പറഞ്ഞ് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പറഞ്ഞേ. ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരം, നിത്യരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരം, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവരെ പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ വചനം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മൾ ആത്മീകമായി ഭക്ഷിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ദൈവരാജ്യത്തിൽ നമ്മൾ കൊള്ളാകുന്നവരായി തീരണം. അതിനായി വചനം ശുശ്രൂഷിക്കുന്നു.
അല്ലാതെ പണം ഉണ്ടാക്കാനും പേരെടുക്കാനും കസേര എടുക്കാനും കുറെ ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് കുറെ ഷൈൻ ചെയ്യാനും ഇതിനൊന്നും അല്ലെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇന്ന് ആത്മീയ കോളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചന പ്രഘോഷണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞ വചനം വിറ്റ് തിന്നുകൊണ്ടിരിക്കുക പലരും. നമ്മൾ അതിനല്ല ദൈവവചനമെടുത്ത് തമ്മിൽ ഇപ്പൊ രണ്ടുപേരും പ്രബോധിപ്പിച്ചു. അതിനുശേഷം ഞാനും കുറച്ച് വചനങ്ങൾ പറയുന്നു. ഈ 3 പേരും പറഞ്ഞതിന്റെ പ്രധാന ഉദ്ദേശം വചനത്താലുള്ള ഒരു ശുദ്ധീകരണം നമുക്ക് കിട്ടണം. വചനത്താൽ ഒരു ശുദ്ധീകരണം കിട്ടി നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മികമായി ബലപ്പെടണം. ഇന്നലെ ഞാന് എന്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കണ്ണെല്ലാം പോയിരിക്കുക, എത്രയും വേഗം കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറെ സ്കാനിങ് ഒക്കെ ചെയ്തില്ലെങ്കിൽ സംഗതി ആകെ പോക്ക. അതിപ്പോ 2ാമത്തെ ഡോക്ടറാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവരൊക്കെ എന്ത് ഇങ്ങനെ പറയുന്നുണ്ട്? പിന്നിൽ ഉദ്ദേശം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവര് നമ്മുടെ പോക്കറ്റ് കീറാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് എന്റെ കണ്ണിന് ആവശ്യമായ ആ പവറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് സ്വത്രം അവിടെ നിന്ന് യാത്ര പോകാനെടുത്ത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ ഏതെങ്കിലും ഒരു ആസ്പത്രിയിലോ ഏതെങ്കിലും ഒരു ഭൗതികമായ വിഷയത്തിലേക്കോ നമ്മൾ കൈനീട്ടിയാൽ നമ്മളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളാണ് ഇന്ന് കൂടുതൽ. അത് ആത്മീയ കോളത്തിലാണ് ഏറ്റവും കൂടുതൽ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം എത്ര പേര് വായിച്ചിട്ടുണ്ട്? അതിന്റെ 1-ാമത്തെ 1-2 വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോ, 23-ന്റെ 1 മുതൽ. അവിടെ മതി. പിന്നെ അങ്ങോട്ട് വായിച്ചോ. ഈ പുരോഹിതന്മാരെയും ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും അവർ ന്യായപ്രമാണം ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ ഭംഗിയായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പഠിച്ച്, ഗമാലിയലിന്റെ വാദമെടുത്ത് പൗലോസ് പഠിച്ചതുപോലെ ഇവർ പഠിച്ച് ഇസ്രായേൽ ജനത്തെ പ്രബോധിപ്പിക്കാൻ മോശയുടെ സ്ഥാനത്തിരിക്കുന്നവരാ, മോശയ്ക്ക് പകരം ഇരിക്കുന്നവരാ. പക്ഷെ അവരെന്താ ചെയ്യുന്നേ? ഇവർ പഠിപ്പിക്കുന്നില്ല. ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നില്ല. ആ 23-ാം അധ്യായം 2-3 പ്രാവശ്യം വായിച്ച് എത്ര പേരുണ്ട് ഇവിടെ? അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് കർത്താവ് അവരോട് പറഞ്ഞത്, സ്തോത്രം, 1-2 ഭാഗങ്ങളൊന്ന് വായിച്ചു കൊടുത്താണ്ടമ്മ. അതിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ മത്തായി 23-ന്റെ അതിന് വേണ്ട, അതിന്റെ 13 തൊട്ടൊന്ന് വായിച്ചാട്ടെ. 13 തൊട്ട് വായിച്ചാ. ആയുള്ളൂര് മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നവരാണ് മോശയുടെ പീഠത്തിൽ ഇരുന്ന് മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ പ്രബോധിപ്പിക്കാൻ ദൈവമാക്കി വെച്ച ശാസ്ത്രിമാരും പരീശന്മാരും ചെയ്യുന്നത് എന്താണ്? സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അടുത്ത എവര് പോകുന്നുമില്ല, പോകാനുള്ളവരെ സമ്മതിക്കുകയില്ല. ഇപ്പൊ ഈ കാലമാണ് ഇന്നത്തെ കാലം. സ്വർഗരാജ്യത്തേക്ക് പോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. പോകാനുള്ളവരെ തടയിട്ട് നിർത്തുകയാണ് ഇന്ന് പലരും. എല്ലാവരും അല്ല, ബഹുഭൂരിപക്ഷം ശുശ്രൂഷ വൃന്ദങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഈ കേരളത്തിൽ വന്ന ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ വന്ന വൈബ് കോളേജിലൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ഒരുത്തനെ തട്ടി വീണ ഉദ്ദേശിച്ച പുറത്തേക്ക് വീണ അതുപോലെ ഉദ്ദേശിമാര് കിടപ്പുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷെ എന്താ ഈ ശുശ്രൂഷ ചെയ്യുന്നേ? സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള വചനം പ്രസംഗിച്ച് ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ ആർക്കും കഴിയുന്നില്ല. വചനമെടുത്ത് പ്രസംഗിച്ച് അവർ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. കഞ്ഞി കുടിക്കുക മാത്രമല്ല, അവർ കാറ് മേടിക്കുക, വീട് മേടിക്കുക. ലോകത്തുള്ള ഏറ്റവും ധനികന്മാർ സമ്പാദിക്കുന്നത് പോലെ ഇന്നത്തെ ശാസ്ത്രിമാരും പരീശന്മാരുമായ നമ്മുടെ പുരോഹിത വർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവർ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്? ശാസ്ത്രിമാരും പരീശന്മാരും ഇരിക്കുന്ന എവിടെയാ? മോശയുടെ പീഠത്തിൽ. സ്തോത്രം. ഇനി അടുത്ത വാക്യം അടുത്തോട് വായിച്ചേ അമ്മാമേ. ആയുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം.
അപ്പൊ അവിടെ ശുശ്രൂഷ എന്താ? വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത കാട്ടുമയേറിയ ശിക്ഷ വരും. മതി ആന്റി, അത് വായിച്ചു പറയാൻ സമയമില്ല. അത് കഴിഞ്ഞ് അവരെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്, അല്ലയോ കുരുടന്മാരായ വഴികാട്ടികളെ. അപ്പൊ കുരുടനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരെയും ദൈവം വിളിച്ച പദമാണ് കുരുടന്മാർ. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ. അപ്പൊ ഇവര് ഏത് നിലയുള്ള കുരുട പറഞ്ഞോട്ടെ? ഇവരുടെ അകക്കണ്ണ് കുരുടായിരിക്കുക. എന്റെ ഭൗതികമായ കണ്ണിന് കണ്ണാടി വേണമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പീഡിപ്പിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ മോനോട് പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ അകക്കണ്ണ് പ്രകാശിച്ചിരിക്കുക, നല്ല പ്രകാശമുണ്ട് മുമ്പോട്ട് പോകാൻ. എൻ്റെ ഭൗതികമായ കണ്ണിനും തൽക്കാലം കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും സത്യവേദ പുസ്തകത്തിലെ ചെറിയ അക്ഷരങ്ങൾ വരെ വായിക്കാനുമുള്ള കഴിവ് കർത്താവ് കൃപയാൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുരുങ്ങിയ ചില വർഷങ്ങൾക്ക് വേണ്ടി ഇവർ പറയുന്ന പോലെയുള്ള സ്കാനിങ് ചെയ്യാനും അതിനൊന്നും എനിക്കിപ്പോൾ തൽക്കാലം മനസ്സില്ല, പിന്നീട് അതുകൊണ്ട് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ഓർത്താൽ, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവൻ്റെ വെടിയാലുള്ള ആശയം ഇന്നതെന്നും അവൻ്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും നമ്മൾ അറിഞ്ഞ് ദൈവത്തിന് ഫലം കായ്ച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുന്നതാണ് പ്രധാനം. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനോട് പറഞ്ഞു, എത്ര നാൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും? ഒന്ന് ചിന്തിച്ചേ, എത്ര നാൾ ജീവിക്കും സഹോദരൻ? മോശയുടെ പ്രമാണപ്രകാരം എത്രയാ? ഏറെ ആയാൽ 70 80 സംവത്സരം. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്ററെ ബംഗ്ലാദേശുകാരൻ 115 ദിവസം വരെ ജീവിച്ചില്ലേ? ആയിക്കോട്ടെ, 150 ആയിക്കോട്ടെ, എന്തായാലും മെഥൂശലക്കിനെ ഓവർടേക്ക് ചെയ്യാനൊന്നും ആരും പോകുന്നില്ല, അല്ല ചെയ്യാൻ. മെഥൂശലക്കിന്റെ അരികത്താരും വരാൻ പോകുന്നു, അതിന് മുമ്പ് ചീട്ട് കയറും. അപ്പൊ നമ്മൾ എത്ര ഈ 10 80 100 105 വയസ്സ് വരെ ജീവിച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നിത്യതയിൽ നമ്മൾ എത്ര വർഷം ജീവിക്കും? യുഗായുഗം, കണക്കില്ല. കറക്റ്റ്, യു ആർ റൈറ്റ്. യുഗായുഗം, കോടാനുകോടി. എന്താ ഇത് ഉള്ളിലോട്ട് കയറാത്ത ദൈവമക്കളുടെ ഇടയിൽ? ഈ ഭൂമിയിൽ 70 80 സംവത്സരം ജീവിച്ചിട്ട് സ്വർഗത്തിൽ ചെന്ന് കോടാനുകോടി വർഷം ജീവിക്കേണ്ട നമ്മള് ഈ 70 80 സംവത്സരത്തിന് വേണ്ടി ഇവിടെ കിടന്ന് കടിപിടി കൂടുക. ദേവദാസൻ എനിക്ക് ലൈസൻസ് തന്നു. എന്താ പറയാൻ ലൈസൻസ് തന്നത്? മൂർച്ചയുള്ള വചനം. അത് കിട്ടിയപ്പോ പിന്നെ എനിക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കണ്ട. 70 80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞാനും നിങ്ങളും എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്? നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, സ്വർഗത്ത് പോകണമെങ്കിൽ എങ്ങനെ ആയിത്തീരണം? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ഈ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം, അവന്റെ സ്വഭാവമാണ് കേട്ടോ. അല്ലാതെ യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തര ശരീരം പ്രാപിച്ച് എന്താ പറയാ ദൈവത്വത്തിന്റെ ഇതിനല്ല. ആ ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ സ്വഭാവം ചെവിട്ടത്ത് അടിച്ചപ്പോ എന്തോ ചെയ്തു? ഞാൻ അന്യായമായി സംസാരിച്ചെങ്കിൽ തെളിവ് കൊടുക്കുക, അല്ലെങ്കിൽ എന്നെ തല്ലുന്നതെന്ത്? ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന് മരിക്കാൻ നേരത്ത് ക്രിസ്തു എന്താ പറഞ്ഞത്? അവർക്ക് ഈ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്വഭാവം ഇതുവല്ല നമ്മളിലുണ്ടോ? പത്രോസ് പറഞ്ഞതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നത്. ശകാരത്തിന് പകരം ശകാരിക്കാത്ത ക്രിസ്തുവിന്റെ സ്വഭാവം. അപ്പൊ നമ്മളോട് ഒന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനവും ഇല്ല. എന്താ കാര്യം? ക്രിസ്തുവിന്റെ സ്വഭാവം വരണം, ശുദ്ധീകരണത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ ദൈവവചനം പഠിപ്പിച്ച് അല്ലെങ്കിൽ ന്യായപ്രമാണം പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കേണ്ടതിന് പകരം അവർ ചെയ്തുകൊണ്ടിരുന്ന ദുഷ്പ്രവൃത്തികളാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങളത് വായിച്ചു പഠിച്ചോണം. എല്ലാവരും വായിച്ചു പഠിക്കണം. ഇതിലൂടെ, ഇന്റർനെറ്റിലൂടെ, വാട്സപ്പിലൂടെ, ടെലഗ്രാമിലൂടെ മെസ്സേജ് കേൾക്കുന്നവരെല്ലാം അത് വായിച്ചു പഠിക്കണം. എന്നിട്ട് അവസാനം കർത്താവ് എന്തോ പറഞ്ഞെന്നറിയാമോ? ഒരു മനുഷ്യനെ വിളിക്കാത്ത പദപ്രയോഗം കർത്താവ് വിളിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു. അതെന്താണെന്ന് പറഞ്ഞേ?
സർപ്പസന്തതികൾ. വിളിക്കാൻ പറ്റുന്ന പേരാണോ അമ്മാമ്മേ? ഞാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്നെ വിടുവോ? ഇവിടെ ഒരു ഭാഷ വന്ന് വിളിച്ചിട്ട് ആ വഴി കണ്ടം വഴി ഓടി, പിന്നെ നീ ഇവിടെ കണ്ടിട്ടേ ഇത് വാക്ക് തെറ്റിപ്പോയതാ. അപ്പൊ യേശുക്രിസ്തു എന്തിനാ അങ്ങനെ വിളിച്ച അവരെ? അത് ഗൗരവം ഒന്ന് മനസ്സിലാക്കണ്ടേ? സർപ്പസന്തതികളെ. യോഹന്നാൻ സ്നാപകൻ എന്തിനാ വിളിച്ചത് സർപ്പസന്തതികളെ എന്ന്? തേജോവനായ ദൈവത്തിന്റെ പ്രമാണം അത് ലഭിച്ചിട്ടും അതനുസരിക്കാൻ കഴിയാതെ ഇവിടെ പറഞ്ഞല്ലോ 2 എണ്ണം, 30 ലക്ഷത്തിൽ 2 എണ്ണം. ബാക്കിക്ക് എന്ത് പറ്റി? അപ്പൊ ദൈവവചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കേട്ടനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ കേട്ട് അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ രക്ഷയ്ക്കാണ്. അതാ ആ പദം അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കേട്ടാൽ മതി എന്നാ പറയുന്നത്. ഇത് കേൾക്ക് എൻ്റെ മുന്നേ, ഇതൊന്ന് കേൾക്ക്. ദൈവം പുറകെ നടക്കുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, വാതിൽ തുറന്നാൽ അവൻ വരും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കാൻ. ഇല്ലേലോ നിന്റെ കാര്യം പോക്ക, എൻ്റെ കാര്യം പോക്ക. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരിക. ഇവിടെ ഏറിയ പുരുഷാരം അവനോടുകൂടി പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവനോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും പായിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. മത്തായി 28:20 ഒന്ന് പെട്ടെന്ന് വായിച്ചേ. മത്തായി 28:20 ഒന്ന് വായിച്ചേ. ഒത്തിരി പറയാനുണ്ടെങ്കിലും അതെല്ലാം പറയാൻ സമയമില്ല. വായിച്ചേ. 20. മത്തായി 28:20. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യകൽപ്പനകളിൽ ഒന്നാണത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരായിക്കൊള്ളുകയും. ശിഷ്യരാകാനാ കർത്താവ്. ഞാൻ ആ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ. അതിന്റെ കണ്ടൻസ് ആയ ഭാഗം ഗോ ദെൻ മേക്ക് ഡിസൈപ്പിൾ. ശിഷ്യരാക്കുക. ഒരു പാസ്റ്ററിന്റെ ശുശ്രൂഷ എന്താ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കുക. അല്ല പ്രാർത്ഥിച്ച് അവരുടെ കൊട്ട നിറയ്ക്കാനും. ഈ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിന്റെ കൊട്ടയും മാവും പട്ടിയും പൂച്ചയും എല്ലാം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യത്വം കിട്ടിയില്ലെങ്കിലോ, ശിഷ്യത്വത്തിന്റെ പാതയിൽ നമ്മൾ വരുന്നില്ലെങ്കിലോ? മത്തായി 14:25 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ ശിഷ്യത്വത്തിന്റെ 3 ഘനമായ അനുഭവങ്ങളെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 3 ഘനമായ അനുഭവങ്ങൾ. ഞാനിത് വായിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കാര്യം പോക്കാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ഈ അവസ്ഥയിലല്ല. എനിക്ക് അപ്പനെ വിട്ടുപിരിയാൻ കഴിയില്ല, ഭാര്യ വിട്ടുപിരിയാൻ, മക്കളെ വിട്ട് ആരെയും വിട്ടുപിരിയാൻ കഴിയുന്നില്ല. ഞാൻ ഒട്ടിച്ചേർന്നങ്ങനെ ഇരിക്കുക. ഈ വിട്ടുപിരിയാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അവരെക്കാൾ അധികം പറഞ്ഞേ കർത്താവിനെ സ്നേഹിക്കണം. നമ്മുടെ ഭാര്യയെക്കാളും മക്കളെക്കാളും അവരെക്കാളും എല്ലാവരെക്കാളും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. 70-80 സംവത്സരം കഴിയുമ്പോൾ കുഴി കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ച് പാസ്റ്റർമാര് സ്തോത്രം ഒരുപിടി മണ്ണുമൊക്കെ ഇട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്ത് തിരിച്ചുകൊണ്ട് പോയി. പോരുമ്പോൾ മക്കളെല്ലാം കൂടി ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിലിന് ഞാൻ ഇങ്ങനെ ആ കരച്ചിൽ കേട്ടത്, അപ്പാ ഞങ്ങളെ ഇട്ട് പോകുകയാണോ. എന്താ പറയണേ? അപ്പ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പൊ അപ്പം കുഴിയിൽ കിടന്നുകൊണ്ട് പറയാനായിട്ട് അപ്പന് കഴിഞ്ഞെങ്കിൽ അപ്പ ഇങ്ങനെ പറയും, എടാ എന്നെ നിങ്ങളല്ലേ ഇവിടെ ഇട്ടിട്ട് നിങ്ങളല്ലേ പോകും. ശരിയല്ലേ? എന്നെ ഈ കുഴിയിൽ ഇട്ടിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ പോസ്റ്റ് വിളിച്ച് പറയുന്നോ അപ്പ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ? ഇതാ നടക്കുന്ന ഇവിടെ സംഭവം. അപ്പൊ അതിന്റെ അർത്ഥം അപ്പനമ്മ ബന്ധം, സാഹോദര്യ ബന്ധം, ഭാര്യഭർത്തൃ ബന്ധം, എല്ലാവിധ ജഡബന്ധങ്ങളും ഈ ലോകത്തിൽ മരണത്തോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണേത് യുഗകാലം വരെയും. പാടാൻ എനിക്കിപ്പോ സ്വന്തം കൂടെ ശരിയല്ല. പിരിയാബന്ധമാണ് കർത്താവ് നമ്മളുമായിട്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ.
ഈ 70 വയസ്സ് 80 വയസ്സ് വരെയുള്ള ഈ ജീവിതത്തിൽ ഈ ബന്ധങ്ങൾക്ക് നിങ്ങൾ വില കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. പിന്നെ ശിഷ്യനായിരിക്കാൻ കഴിയും. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യന്മാരുണ്ട്, ലെനിന്റെ ശിഷ്യന്മാരുണ്ട്, സോക്രട്ടീസിന്റെ ശിഷ്യന്മാരുണ്ട്, ഡാർവിന്റെ ശിഷ്യന്മാരുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരുണ്ട്, ലോകത്തുള്ള മഹാരാജന്മാർ എന്ന് പറയുന്ന കുറെ ബുദ്ധിജീവികളുടെ ശിഷ്യന്മാർ ഈ ലോകത്ത് കിടപ്പുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ശിഷ്യനാകാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിച്ച് യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടെ എടുക്കപ്പെടണമെങ്കിൽ ഈ ജഡബന്ധങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കരുത്, അവരെ സ്നേഹിക്കരുതെന്നോ അവർക്ക് വേണ്ടി കരുതുന്നോ അല്ല, അവരെക്കാളുപരി. ഇവിടെ ഒപ്പിച്ചാൻ ഒരു വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും, നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ. അപ്പൊ അതെനിക്ക് വലിയ ഇഷ്ടമാണ്. നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ഏറ്റവും മുറുകെ പിടിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ സ്തോത്രം നിങ്ങൾക്ക് വരുന്നില്ലേ? സ്വതന്ത്രം വരുന്നില്ലേ? ഇത് കേട്ടും അതിന് ഏറ്റെടുക്കുമ്പോഴേ സ്വതന്ത്രം വരുന്നേ. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കാൻ നേരത്തെ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. അവരത് സ്തോത്രം കൊണ്ട് തന്നെ അന്തരീക്ഷമൊക്കെ മൂടുക. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജഡബന്ധങ്ങൾക്ക് നമ്മൾ അമിതമായ വില കൊടുക്കും. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് എനിക്ക് ഈ കമന്ററികൾ വായിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കമന്ററി ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാണ്. എന്നാൽ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരൻ എടുത്തൊരു കമന്ററി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് മലയാളത്തിലുള്ളതാണ്. അത് ഞാനെടുത്ത് ഈ ഭാഗം കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനാണെന്ന് ശിഷ്യന്മാരും ജനം വരെയും ചിന്തിച്ചു. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം എടുത്താട്ട് അതിലൊരു വാക്യത്തിൽ അത് നമുക്ക് പഠിക്കാൻ കഴിയും. പ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അതില് 6 മുതൽ 6, 7, 8 വായിച്ചു 6, 7, 8 പ്രവൃത്തി 1-ന്റെ